ഹായ് സർ. നമസ്കാരം. അതെ, അപ്പോൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും നോക്കിക്കണ്ടതാണ്, പ്രത്യേകിച്ച് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ LDF സർക്കാർ കുറേ വാഗ്ദാനങ്ങളുമായിട്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും LDF തന്നെ അധികാരത്തിലേറും, LDF തന്നെ ഭരിക്കും എന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് LDF മുന്നോട്ട് പോയത്. അപ്പോൾ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ LDFന് അത്രയും അധപതിച്ചൊരു തെരഞ്ഞെടുപ്പായിരുന്നു. കാരണം UDF വൻപിച്ച വിജയമാണ് നേടിയത്. അതിപ്പോൾ നമ്മൾ പാലക്കാട് നോക്കിയാലും ദേശീയ തലത്തിൽ നിന്ന് പ്രിയങ്ക ഗാന്ധിനെ വരെ വയനാട് ഇറക്കിയിട്ട് LDFന്റെ സത്യൻ മൊങ്കേരിയെ ഒന്ന് നാട്ടുകാരെ മുന്നിൽ നിന്ന് അറിയിക്കാൻ കൂടെ പറ്റാതെ ഒരു വമ്പിച്ച ഭൂരിപക്ഷത്തിലാണ് പ്രിയങ്ക ഗാന്ധി ജയിച്ചത്. അപ്പോൾ ഇപ്പോൾ കോൺഗ്രസിന് വലിയ പ്രതീക്ഷയാണ്, തങ്ങൾ അടുത്ത ഇതിൽ നമ്മൾ തന്നെ അധികാരത്തിലേക്ക് കയറും, 2026 കോൺഗ്രസ് തന്നെ അധികാരത്തിൽ കയറുമെന്നാണ് അവരുടെ പ്രതീക്ഷ. VD സതീശനും രമേശ് ചെന്നിത്തല, മുരളീധരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെല്ലാം ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇരിക്കുന്നത്. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ആ ഒരു പ്രതീക്ഷയിൽ അപ്പം ഇപ്പം ഇത്രയും അവർ പ്രതീക്ഷ ഉയരുമ്പോൾ അവരെ ഭാവിയിലുള്ള അങ്ങോട്ട് അവരുടെ ഈ പ്രതീക്ഷ ഏതറ്റം വരെ പോകുമെന്ന് സാറിന് പറയാമോ? ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. 2026 ഇപ്പോൾ എല്ലാവരുടെയും നോട്ടം. കാരണം ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരെ കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ഇതിനു മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പ് കൂടി നമ്മൾ നോക്കണം. തൃക്കാക്കരയിലെ PT തോമസിൻ്റെ മരണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പ്, അവിടെ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഉമാ തോമസാണ് മത്സരിച്ചത്. അവിടെ CPM എല്ലാ തരത്തിലും കച്ചകെട്ടി ഇറങ്ങി. പിണറായി വിജയൻ അവിടെ ആ മണ്ഡലത്തിനകത്ത് ക്യാമ്പ് ചെയ്യുകയായിരുന്നു. എന്നിട്ട് അവിടുത്തെ വോട്ടർമാരോട് പറഞ്ഞത്, നിങ്ങൾക്ക് മുമ്പ് 2 തവണ അബദ്ധം പറ്റി, ആ അബദ്ധം തിരുത്താനുള്ള ഒരു അവസരമാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് ആരും കേൾക്കാത്ത ഒരു ഡോക്ടറെ പിടിച്ചു കൊണ്ടുവന്ന് അവിടെ നിർത്തി. അയാൾ 8 നിലയിൽ പൊട്ടുകയും ചെയ്തു. ഉമാ തോമസിന് വൻ ഭൂരിപക്ഷത്തിലേക്ക് കുതിച്ചു എന്നുള്ളതാണ്. പുതുപ്പള്ളിയിൽ നമുക്കറിയാം ഉമ്മൻചാണ്ടിയോടുള്ള ഒരു വികാരമാണ്. തിരുവനന്തപുരം മുതൽ നമ്മൾ പുതുപ്പള്ളി വരെ കണ്ടതാണ്. വലിയൊരു വികാരമാണ്. അത് ജനങ്ങളങ്ങ് ഏറ്റെടുത്തു എന്നുള്ളതാണ്. അവിടെ ചാണ്ടി ഉമ്മന് വൻ വിജയവും കിട്ടി. അത് കഴിഞ്ഞിട്ടാണ് തൃക്കാക്കര കഴിഞ്ഞപ്പോൾ തന്നെ മട്ടന്നൂരിലെ നഗരസഭയിലേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പല്ല, അവിടെ നഗരസഭ മൊത്തത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. അവിടെ കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷമാണ്. മട്ടന്നൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ CPMന്റെ കോട്ടയാണ്. അവിടെയും കോൺഗ്രസ്സിന് നല്ല ഒരു പങ്കാളിത്തം കിട്ടുകയും ചെയ്തു. അതുകൊണ്ട് ഇവർക്ക് വലിയ ഒരു ഉറച്ച വിശ്വാസമാണ്, ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നുള്ളത്. അപ്പോഴാണ് പാലക്കാടും ഉപതെരഞ്ഞെടുപ്പ് വന്നത്. ഷാഫി പറമ്പലിനെ അങ്ങോട്ട് മാറ്റിയത് കോൺഗ്രസ്സിന് പറ്റിയ അബദ്ധമാണെന്നൊക്കെ കോൺഗ്രസിൽ നിന്നും നിരവധി വിമർശനങ്ങൾ ഉണ്ടായി. നിങ്ങൾക്ക് കയ്യിലിരിക്കുന്ന സീറ്റ് ചിലപ്പോൾ പോകും എന്ന് കോൺഗ്രസ്സുകാർക്ക് ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു. എന്തെന്ന് ചോദിച്ചാൽ, അന്ന് 21 തെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ ശ്രീധരന് 3500 വോട്ടിൻ്റെ കുറവിൽ മാത്രമാണ് തോറ്റത്. അതുകൊണ്ടെങ്ങാനും BJP അവിടെ കയറിക്കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർ BJPയെ വിജയിപ്പിച്ചു എന്നുള്ള രീതിയിൽ ഒരു ചിത്രം വരികയും ചെയ്യും. അങ്ങനെ ആ തരത്തിൽ ഇപ്പോഴും പറയുന്നതെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് BJP തമ്മിൽ എന്തോ ഒരു ഇടപാടുണ്ടെന്നല്ല ഇപ്പോഴും എല്ലാവരും ആരോപിക്കുന്നത്. CPMകാർ അതിലല്ലേ പിടിച്ചു നിൽക്കുന്നത്? അല്ല, CPM തിരിച്ചു അവരും പറയുന്നുണ്ടല്ലോ, കോൺഗ്രസും പറയുന്നുണ്ട് നിങ്ങളുടെ ഡീലിങ്സ് എല്ലാം ഇവരുമായിട്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയും എന്ത് ചെയ്തു, പാലക്കാടും കുതിച്ചു കയറി. രാഹുൽ മാങ്കൂട്ടത്തിൽ എൻ്റെ കണക്കുകൂട്ടൽ എന്ന് പറഞ്ഞാൽ അവിടെ ഇത്രയും ഭരണവിരുദ്ധ വികാരമുള്ള സമയത്ത് കേരളത്തിലെ BJP ഘടകം നന്നായി വർക്ക് ചെയ്തിരുന്നുവെങ്കിൽ ആ സ്പേസ് അവർക്ക് പിടിച്ചെടുക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ്. ആദ്യമേ കോൺഗ്രസിലല്ലായിരുന്നു Dr. P. സൈൻ, അദ്ദേഹമാണ് പാലക്കാട് LDFന്റെ സ്ഥാനാർത്ഥിയായി നിന്നത്. അപ്പോൾ ഈ UDFിൽ നിന്ന് സരിൻ പോയത് കൊണ്ടല്ലേ രാഹുൽ മാങ്കൂട്ടത്തിന് അവിടെ ജയിക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു സാധ്യത നിലനിൽക്കുന്നത്? അതൊരു സാധ്യതയുണ്ട്. അതിനോടൊപ്പം തന്നെ BJPയിലുള്ള കലഹം, ഇതെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വരികയും ചെയ്തു. സന്ദീപ് വാര്യരും BJP വിട്ടു പോകുന്നു. അപ്പം പിന്നെ ഭരണവിരുദ്ധ വികാരമുണ്ട് എല്ലാവരും പറയുന്നത് ഒരു സന്ദീപ് വാര്യർ UDFിൽ ചേർന്നത് കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന് ഇത്രയും വലിയ ജയം നേടിയെടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ പ്രധാന വാർത്തകളിലെല്ലാം കണ്ടൊരു വാര്യർ എഫക്റ്റ് ആണ്. അപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കാനുള്ള പ്രധാന കാര്യം ഈ സന്ദീപ് വാര്യർ ചേക്കേറിയതും ഈ സരിൻ പോയത് കൊണ്ട് തന്നെയായിരിക്കും അല്ലേ? അല്ലല്ല, അങ്ങനെ ഒരു ഘടകം മാത്രമെന്ന് പറയാൻ പറ്റത്തില്ല. ഭരണവിരുദ്ധ വികാരമുണ്ട്. അതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാവുന്ന സന്ദീപ് വാര്യരുടെ BJP വിട്ടുപോയതും ഒക്കെ ഇതിനകത്ത്
പ്രശ്നമാകുന്നുണ്ട്. അപ്പോൾ ആ ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചു എന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസിന് മുന്നേറ്റം കിട്ടി. BJP, അതാണ് ഞാൻ പറഞ്ഞു വന്നത്, BJP ആ സ്പേസ് മുതലെടുക്കുന്നില്ല. എന്തുകൊണ്ട്? കാരണം അവർക്ക് വിജയത്തോടടുത്തു വന്ന ഒരു മണ്ഡലമാണ് തട്ടിക്കളഞ്ഞത്. അപ്പോൾ അവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രനെ ഇറക്കിയിരുന്നുവെങ്കിൽ, ശോഭാ സുരേന്ദ്രനെ ഇറക്കിക്കഴിഞ്ഞാലും ഇതുപോലെ ഔദ്യോഗിക പക്ഷം ശോഭയ്ക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? കോൺഗ്രസ് മുന്നേറ്റം ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് അവർ BJP-യിൽ ശോഭാ സുരേന്ദ്രൻ അവർ പറയുന്ന ഒരു വാക്കുകൾക്ക് പോലും BJP കാത് കൊടുക്കുന്നില്ലല്ലോ. അല്ല, അതാണ്. പക്ഷെ ശോഭാ സുരേന്ദ്രൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രന്റെ ഒരു ഇമേജ് വളരെ വലുതാണ്. ആ മണ്ഡലം എന്ന് പറയുന്നത് ഇളക്കി മറിക്കുകയും ചെയ്യും. അപ്പോൾ ഈ കോൺഗ്രസ് ഇങ്ങനെ വിജയിച്ച് മുമ്പോട്ട് പോകുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത് അറിയാമോ? ഇനി 2025 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ഇവിടങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസ് മുന്നേറ്റം തുടരുകയും ചെയ്യും. 2026 പക്ഷേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചെന്ന് പറഞ്ഞ് അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കണമെന്നുണ്ടോ? വരാൻ പോകുന്ന 2026 ആ ഭരണവിരുദ്ധ വികാരം ഇവിടെ നിൽക്കുന്ന സമയത്തോളം തന്നെ അത് തുടർച്ചയായിട്ടുണ്ടാകും. യാതൊരു മാറ്റവും ഇല്ലാത്തതാണ്. 26 വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? കോൺഗ്രസ് വിജയിക്കുന്നു എന്ന് കരുത്. കോൺഗ്രസ് വിജയിക്കുകയാണെങ്കിൽ കോൺഗ്രസിനകത്തറിയാമല്ലോ, എപ്പോഴും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കലഹം കൂട്ടുന്നവരാണ്. മുഖ്യമന്ത്രിയാകാൻ എത്ര പേരുണ്ടെന്നറിയാമോ? നിരവധി ഭൈമീകാമുകന്മാരങ്ങനെ നിൽക്കുകയാണ് കുപ്പായം തയ്ച്ച്. രമേശ് ചെന്നിത്തല മുതിർന്ന നേതാവാണ്, കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവായിരുന്നു. BD സതീശൻ എന്താ മോശമാണോ? പിന്നെ അതുപോലെ തന്നെ കെ മുരളീധരൻ മുഖ്യമന്ത്രിയാകാൻ തന്നെ യോഗ്യനാണ്. അങ്ങനെ നിരവധി പേരിങ്ങനെ അദ്ദേഹത്തെ കെ മുരളീധരനെ ഈ കോൺഗ്രസ്സുകാർ തന്നെ ഒരു സൈഡിലേക്ക് ഒതുക്കി നിർത്തിക്കുകയല്ലേ അദ്ദേഹത്തിന്റെ വാദങ്ങൾക്കൊന്നും ചെവി കൊടുക്കാതെ. അതെ, കോൺഗ്രസ്സുകാരുടെ ശത്രു ആരാ? ഒരു നേതാവിന്, കോൺഗ്രസിലുള്ള ഒരു നേതാവിന് ആരാ ശത്രു എന്ന് ചോദിച്ചാൽ കോൺഗ്രസിലുള്ളവർ തന്നെയാണ്. മറ്റു പാർട്ടിക്കകത്തില്ലാത്ത വലിയ ജനാധിപത്യം, ഉൾപാർട്ടി ജനാധിപത്യം എന്നൊക്കെ അവരതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത് നോക്കണേ. ഇവരാരും തന്നെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നില്ല. കേന്ദ്രത്തിൽ നിന്ന് ഒരാളെ ഇങ്ങോട്ട് കെട്ടിയിറക്കും എന്നുള്ളത് ഉറപ്പാണ്. ആ കെട്ടിയിറക്കാൻ പോകുന്നത് ആരെയാണ്? KC വേണുഗോപാൽ എന്ന് പറയുന്ന മഹാനെയാണ്. അദ്ദേഹം അവിടെ അല്ല, KC വേണുഗോപാലിനെ പിന്നീട് ഇറക്കും, മുഖ്യമന്ത്രി പദത്തിലേക്ക് ഇറക്കും. അദ്ദേഹത്തെ ഇറക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ചെവിയും കടിച്ചു പറിച്ച് അവിടെ ഇരിക്കുന്ന ആളാണ്. ദേശീയ നേതാവാണ്. സോണിയാഗാന്ധി, നെഹ്റു കുടുംബവുമായിട്ട് വലിയ ബന്ധമാണ്. ഇവിടെ ഇപ്പോൾ വയനാട്ടിൽ കൊണ്ടുവന്ന് പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിച്ചു. രാഹുൽ ഗാന്ധിയേക്കാൾ ഭൂരിപക്ഷം വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. ഒന്ന് ആലോചിക്കണേ, ഈ നെഹ്റു കുടുംബത്തിന്റെ തട്ടകം എന്ന് പറയുന്നത് ഹിന്ദി ഹൃദയഭൂമിയാണ്. ആ ഹിന്ദി ഹൃദയഭൂമിയിൽ ഇവർക്ക് ഒരു മണ്ഡലം സേഫ് അല്ലാത്തത് കൊണ്ടല്ലേ ഈ രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്ന് 2019 വയനാട് മത്സരിപ്പിച്ചത്. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി ആദ്യമായിട്ട് കന്നി അംഗമായിരുന്നു. പാർലമെന്റ് സത്യപ്രതിജ്ഞ ചെയ്തല്ലോ. ഇവർക്കൊക്കെ എപ്പോഴും അവരുടെ ഒരു തട്ടകമായിരുന്നല്ലോ UP-യിലെ പല മണ്ഡലങ്ങൾ. അവിടെ ജയിക്കാൻ കഴിയാതെ വന്ന് കേരളത്തിൽ വന്നില്ലേ ഇവർക്കൊക്കെ രക്ഷപ്പെടാനായിട്ട്. എന്നാലും പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രസൻസ് കൊണ്ട് തന്നെയല്ലേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം അത്രയും ഭൂരിപക്ഷത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും വിജയിച്ചത്. ഇന്ത്യ സഖ്യം ഇന്ത്യ സഖ്യത്തിന്റെ കോൺഗ്രസിന് ജയിക്കാൻ കഴിഞ്ഞില്ലേ? പോട്ടെ, ഈ UDF കോൺഗ്രസിന് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ ഒരിക്കലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്രയും സീറ്റുകൾ നേടില്ലായിരുന്നു. ഇന്ത്യ സഖ്യത്തിന് അവർ ഒരു നില മെച്ചപ്പെടുത്തി എന്നുള്ളതാണ്. അത് BJP-ക്ക് മെച്ചപ്പെടുത്തിയെന്നല്ല, അവര് വൻ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. കാരണം BJP-ക്ക് ഇത്രയും അടിപതറിയ ഒരു സാഹചര്യം ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. കഴിഞ്ഞ വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നമ്മൾ അപേക്ഷിച്ച് നോക്കിയാൽ കോൺഗ്രസിന്റെ ഒരു പൊടി പോലും അവിടെ കാണാനില്ലായിരുന്നു. അതെ, ഇതെന്ത് പറ്റി? RSS അതിനകത്തൂടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ടാണ് അവർ പിന്നീട് ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് മാറുകയും ചെയ്തത്. പക്ഷേ അതേസമയം കേരളത്തിൽ സ്ഥിതി അങ്ങ് മാറുകയും ചെയ്തു. BJP ഉത്തരം താഴോട്ട് പോകുന്നു. ഇനി 2026 കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ KC വേണുഗോപാലിനെ ഇങ്ങോട്ട് ഇറക്കുമെന്ന്. അതായിരിക്കും സംഭവിക്കുന്നത്. ഈ KC വേണുഗോപാൽ വരുമ്പോൾ പിന്നെ ഈ മുതിർന്ന നേതാക്കളായ ചെന്നിത്തലയൊക്കെ കോൺഗ്രസിനകത്ത് നിന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് ചെന്നിത്തല എങ്ങോട്ട് പോകും? നേരെ BJP-യിലേക്ക് പോകും. BJP-ക്കാര് ചെന്നിത്തലയെ BJP-യിലേക്ക് പോയാൽ കേന്ദ്ര സഹമന്ത്രി പദവി കൊണ്ട് രമേശ് ചെന്നിത്തലയെ ഒതുക്കുമെന്നാണ്. ഒരു സഹമന്ത്രിയൊന്നും ആയിരിക്കത്തില്ല. ക്യാബിനറ്റ് റാങ്ക് കൊടുത്ത് BJP-ക്കാര്
തട്ടിക്കൊണ്ടുപോകും. കെ മുരളീധരനെ എന്ത് ചെയ്യും? തട്ടിക്കൊണ്ടുപോകും, ഉറപ്പാണ്. VD സതീശൻ ഇവിടെ കരുണാകരന്റെ മോനായ കെ മുരളീധരൻ അദ്ദേഹത്തിന്റെ കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് ചേക്കേറുമെന്ന് തോന്നുന്നുണ്ടോ? പത്മജ വേണുഗോപാൽ പോയില്ലേ? കരുണാകരന്റെ മകളല്ലായിരുന്നു? ഇല്ലില്ല. പല സമയത്തും ഇവർ ഇത് കാണാൻ പോകുന്ന ഈ പൂരം ഞാൻ ഇനി പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. 26-ന് ഇത് സംഭവിക്കും. ചെന്നിത്തലയും മുരളീധരനും BJP-യിലേക്ക് പോവുകയും VD സതീശൻ മുഖ്യമന്ത്രിയാകത്തില്ല, പിന്നെ ഇവിടുത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായി മാറുകയും KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. ലീഗിൽ നിന്ന് ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം അത് കുഞ്ഞാലിക്കുട്ടിയിലേക്കും ആയിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളത് ഉറപ്പാണ്. ഇനി അടുത്ത കാലത്ത് UDF-ന് നല്ല ദിവസങ്ങളാണ്, നല്ല ദിനങ്ങൾ തന്നെയാണ്. അത് അത്തരത്തിൽ തന്നെയാണ് അവർ മുമ്പോട്ട് പോകുന്നത്. പക്ഷേ ഇതേ ഉള്ള പ്രശ്നം, മുഖ്യമന്ത്രി നമ്മൾ വിചാരിക്കുന്ന ഈ കാണുന്നവരാരുമല്ല, KC ആയിരിക്കും. ചെന്നിത്തലയും മുരളീധരനും BJP-യിലേക്ക് പോകുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.